ഹായ്, ഞാൻ നൈനിക ഇപ്പോൾ സ്കൂൾ തുടങ്ങിയിട്ട് എന്താ പറയുക, സ്റ്റാർട്ടിങ് മുതൽ 3 വർഷം പാസ്ഡ് ഔട്ടായിട്ട് ഇറങ്ങുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ എനിക്ക് പുതിയ പാരൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരുവിധപ്പെട്ടവർക്കെല്ലാം ലാഫ് ആൻഡ് ലേണിൽ കുട്ടീനെ ചേർത്തപ്പോൾ അറിയായിരിക്കും. ഞാൻ പറഞ്ഞു തരാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാതെ നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പാരൻസ് ഉണ്ടാവുമായിരിക്കും. നമ്മൾ ചൂസ് ചെയ്ത ഓപ്ഷൻ ശരിയാണോ എന്നൊക്കെ കൺഫ്യൂസ് ആയിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്തായിട്ടാണ് മെയിനായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. നൈനൂനൊരു 2.25 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞാനിതുപോലെ ഒരു പ്ലേ ക്ലാസ്സിൽ ചേർക്കാനായിട്ട് നോക്കുവാണ്. എൻ്റെ സ്ഥലം ഇവിടെ കിളിമാനൂർ തന്നെയാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, ആദ്യമേ തന്നെ ഒരു CBSE സ്കൂൾ അങ്ങനെയൊന്നും ചേർക്കാതെ കുറച്ച് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്കൂളിൽ ചേർക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ആ സമയത്ത് ഇവിടെ ഇങ്ങനെയുള്ളൊരു സ്കൂളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ നാട്ടിലില്ല. ഉള്ളതെല്ലാം ഇങ്ങനെ എന്താ പറയുക, ഒരു സ്കൂളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള കിൻഡർ ഗാർഡൻ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ പത്രത്തിൻ്റെ കൂടെ ഒരു ആഡായിട്ടാണ് ഞാൻ ആദ്യം ഇത് കാണുന്നത്. ഇങ്ങനൊരു സ്കൂൾ തുടങ്ങാൻ പോകുന്നു, മോണ്ടിസോറി സ്കൂളാണ് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമ്പർ എടുത്തിട്ട് ഞാൻ വിളിക്കുന്നത് ആദ്യമായിട്ട് ജിനു മാമിനെയാണ്. അപ്പം മാമിൻ്റെ അടുത്ത് ചോദിക്കുമ്പം സ്കൂൾ സ്റ്റാർട്ടായിട്ടില്ല, ജസ്റ്റ് ഒരു ബിൽഡിംഗ് എടുത്തിട്ടൊക്കെ ഉള്ളൂ, ആ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ മാമിൻ്റെ ആദ്യത്തെ ആ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടി. കാരണം മാം പറയുന്നുണ്ട്, മാം ആറ്റിങ്ങൽ ഒരു റെപ്യൂട്ടഡ് സ്കൂളിലൊരു 17 years ടീച്ചിങ് എക്സ്പീരിയൻസ് മാമിനുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കെന്തായാലും ഒന്ന് വന്ന് നോക്കാം എന്ന് തോന്നി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ വന്ന് നോക്കുന്ന സമയത്ത് ആ വീടൊരു സ്കൂളിൽ എന്താ പറയുക, ഒരു 2 ക്ലാസ് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. മാമിനെ കൂടാതെ ഒരു ടീച്ചറിനെ മാം അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ആൻറ്റി ഉണ്ട്. ഇതാണ് സ്കൂളിൻ്റെ അവസ്ഥ. എന്ന് വെച്ചാൽ കുട്ടികളാരും ആ സമയത്ത് ജോയിൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പം ഞാൻ മാമിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, എങ്ങനെയായിരിക്കും മാം ഇവിടെ നിന്ന് ഒരു കുട്ടി UKG പാസ്ഡ് ഔട്ട് ആയിട്ട് ഇറങ്ങുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഞാൻ മാമിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം മാം പറയുന്നുണ്ട്, എന്തായാലും UKG പാസ് ഔട്ടായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നൊരു കുട്ടിക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം അറിയാമായിരിക്കും. അതിനൊപ്പം തന്നെ മാം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആ കുട്ടിയുടെ കയ്യിൽ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എടുത്തു കൊടുത്താൽ ആ കുട്ടിയെ ഒരു സെൻറ്റൻസ് തരക്കേടില്ലാത്ത രീതിയിൽ വായിച്ചെടുക്കും. അപ്പോൾ എനിക്കത് സത്യം പറഞ്ഞാൽ അന്ന് കുറച്ചൊരു ഓവർ എക്സാജറേറ്റഡ് ആയിട്ടാണ് ശരിക്കും തോന്നിയത്. 5 വയസ്സുള്ളൊരു കുട്ടി ഒരു പത്രം കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെ തപ്പിപ്പറക്കിയൊക്കെ വായിക്കും എന്നൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പക്ഷേ ബാക്കി മാമിൻ്റെ സംസാരത്തിലും കാര്യത്തിലൊക്കെ എനിക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസിൽ ഞാൻ അവിടെ തന്നെ ചേർക്കാം എന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ എനിക്ക് തോന്നുന്നു 2022 മെയ്യിലാണ് സ്കൂൾ സ്റ്റാർട്ടാവുന്നതെന്ന് തോന്നുന്നു. അക്കാഡമിക് ഇയർ ആയിട്ടില്ല, പക്ഷേ ഒഫീഷ്യൽ ഇനാഗുറേഷൻ്റെ അന്ന് ഞാൻ നൈനൂനെ ചേർക്കാനായിട്ട് വരുമ്പോൾ മൊത്തത്തിൽ, അതായത് pre-KG, LKG, UKG, ഡേ കെയർ എല്ലാം കൂടെ ഒരു 10-നകത്തുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. ഒരു 7 സ്റ്റുഡൻസ് എന്തുകൊണ്ടാവും. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 ടീച്ചേഴ്സും ഒരു ആൻറ്റിയാണ് ഉള്ളത്. പക്ഷേ എന്തായാലും ചേർത്തിട്ട് ആദ്യത്തെ കുറച്ച് ദിവസം ഞാനും ഇങ്ങനെ നോക്കുന്നുണ്ട്. കാരണം നമ്മൾ കൊണ്ട് ചേർത്തൊരു പുതിയ സ്കൂളാവുമ്പോൾ നമുക്ക് അതിൻ്റേതായൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ നോക്കുമ്പം വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ എന്താ പറയുക, എല്ലാ രീതിയിലും പിള്ളേർക്കുള്ള ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നതിനകത്തായാലും, ഞാൻ അക്കാഡമിക്സ് എന്നല്ല പറയുന്നത്, pre-KGയിലെ കുട്ടികളുടെ കാര്യത്തിൽ അക്കാഡമിക്സ് അല്ല, അതല്ലാണ്ട് മെൻ്റലി അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ആക്ടിവിറ്റീസ് ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ്, അതൊക്കെ നല്ല രീതിയിൽ വളരെ എഫക്റ്റീവായിട്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോഴും അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ എൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറി. മാത്രമല്ല, ഞാനെൻ്റെ ഫുഡ് ഹാബിറ്റ്സും എനിക്ക് ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമായിരുന്നു. സാധാരണ രീതിയിൽ എനിക്ക് വീട്ടിൽ ഞാൻ വർക്കിംഗ് ആണ് സമയത്ത് ഒരു എന്താ പറയുക, ഫീഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ എടുക്കും ഒരു നേരത്തെ സമയം ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അത്രയും സ്ലോ ആയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളായിരുന്നു നൈനു. അപ്പോൾ എന്തായാലും ചേർത്ത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു രീതിയിലൊക്കെ നല്ല വ്യത്യാസം വന്നു, ഫുഡിൻ്റെ കാര്യത്തിലായാലും. പിന്നെ pre-KGയിൽ വേണ്ടുന്ന നല്ല രീതിക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. ആ ഒരു വർഷം കൊണ്ട് തന്നെ പെട്ടെന്ന് സ്കൂളിൽ അഡ്മിഷൻസ് കൂടാൻ തുടങ്ങി. പക്ഷേ വേറെ പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല, അവിടെ അന്ന് ചേർത്ത അത്രയും കുട്ടികളുടെ പാരൻസിൻ്റെ ആ ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അഡ്മിഷൻസ് അത്രയും വന്നു തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ടും, കാരണം ഞാൻ എല്ലാ വർഷവും നമ്മൾ ഈ വിദ്യാരംഭത്തിനൊക്കെ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ബാക്കി ഒരുപാട് സ്കൂളുകളുടെ എന്താ പറയുക ക്യാൻവാസിങ് കാണാറുണ്ട്, കിൻഡർ ഗാർഡനിൽ ചേർക്കാൻ വേണ്ടിയിട്ട്, LKG UKG അഡ്മിഷന് വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് വരെയും ലാഫ് ആൻഡ് ലേണിൻ്റെ അങ്ങനെയുള്ള ആഡുകൾ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഈ വീട്ടിൽ വന്നുള്ള ക്യാൻവാസിങ് കാര്യങ്ങളൊന്നും കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസിൻ്റെ ആ ഒരു മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് മാത്രമാണ് ഇത്രയും
അഡ്മിഷൻസ്, അതായത് ഇപ്പം 100-ൽ പരം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളായിട്ട് ഈ ഒരു 3 വർഷം കൊണ്ട് ഇത് മാറിയത്. അത് ഒരു വശം. 2, ജീനു മാമിൻ്റെ ഹാർഡ് വർക്കിംഗ് തന്നെയാണ്. ഇതൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ജീനു മാം കണ്ടിരുന്നെങ്കിൽ ആ ഒരു 2 ടീച്ചേഴ്സിന്ന്, ജീനു മാം ഉൾപ്പെടെയാണെന്ന് 2 ടീച്ചേഴ്സ്, ആ ഒരു 2 ടീച്ചേഴ്സിന്ന് ഈ ഒരു 10ഓളം ടീച്ചേഴ്സും ഇത്രയും ആൻറ്റിമാരും വന്ന് നിൽക്കുന്ന ഒരു സ്കൂളിലേക്ക് മാമിന് അത്രയും അപ്പോയിൻ്റ് ചെയ്ത് സാലറി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊരു ബിസിനസ് എന്നുള്ള രീതിയിലല്ലാണ്ട് മാം അത്രയും ഇത് ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന കാര്യമായതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും വൃത്തിയായി മുന്നോട്ട് പോകുന്നതും ഓരോ വർഷവും അഡ്മിഷൻസ് അധികം കൂടുന്നതും എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. ഏതൊരു സ്റ്റാർട്ടപ്പ് പോലെയും മാം ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നന്നായിട്ടറിയാം. കാരണം സ്റ്റാർട്ടിങ് തൊട്ടേ ഈ ഒരു ജേർണിയിലുള്ളത് കൊണ്ട് മാമിൻ്റെ ആ ഒരു സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ നമ്മളും കാണുന്നതാണ്. അതെല്ലാം ഓവർകം ചെയ്ത് മാം അങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും കുട്ടികളൊരു സ്കൂളായിട്ട് ഈ ചെറിയ കാലയളവിൽ തന്നെ ഇതെത്തിയത്. പിന്നെ നനുവിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു LKG ഒരു എന്താ പറയുക ഒരു 2nd ടേമൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ നൈനു കുറേശ്ശെ റീഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വേർഡ്സൊക്കെ 3 ലെറ്റർ വേർഡ്സ് അങ്ങനെയൊക്കെ റീഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ അത്ഭുതമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളൊക്കെ പഠിച്ചു വന്നൊരു രീതി, എല്ലാ കാണാപ്പാടും പഠിച്ച് സ്പെല്ലിങ്സ് ഒക്കെ നമ്മളെയൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു. പക്ഷേ ഈ ഒരു ഫോണിക് റീഡിങ് ആ ഒരു ലേണിംഗ് രീതി ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, പിള്ളേർ നല്ല രീതിയിൽ അത് ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്. മാം അന്ന് പറഞ്ഞ ആ കാര്യം ഇപ്പോൾ, അതായത് UKG പാസ് ഔട്ട് ആകുമ്പോൾ ഒരു സെൻറ്റൻസ് എടുത്ത് വായിക്കും എന്നുള്ള കാര്യം എനിക്കിപ്പം ഇപ്പോൾ പാസ്ഡ് ഔട്ട് ആവുന്ന UKG കുട്ടികളുടെ കാര്യത്തിൽ പറയാനായിട്ട് പറ്റും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 100% പെർഫെക്റ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ ഒരു ഫോണിക് സൗണ്ട്സ് വെച്ച് അവരെ ഒരു പത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള വേർഡ്സ് വെച്ച് ഒരു സെൻറ്റൻസ് എങ്ങനെയും അവർ വായിക്കും. ഇംഗ്ലീഷ് മാത്രമല്ല, ഇംഗ്ലീഷിനേക്കാൾ ഡിഫിക്കൽട്ടാണ് കുട്ടികളെ മലയാളം പഠിപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ. അപ്പം അതായാൽ തന്നെയും എന്താ പറയുക, ആദ്യം അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒക്കെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഈ UKGയുടെ 2nd ടേമിൽ അവർ ഒരു കാര്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് പത്രവാർത്ത, ഡെയിലി ഒരു പത്രത്തിൻ്റെ ഹെഡിങ് കുട്ടീനെ കൊണ്ട് വായിപ്പിച്ചിട്ട് അത് ബുക്കിൽ എഴുതിക്കൊണ്ട് വരുന്നൊരു രീതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര എഫക്റ്റീവായിട്ടാണ് നൈനുവിൻ്റെ കേസിൽ തോന്നിയത്. നൈനുവിൻ്റെ നല്ല എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഈ ചിഹ്നങ്ങളും അക്ഷരങ്ങളൊക്കെ അവർ എത്ര കണ്ടാലും അതെന്താ പറയുക, പ്രാക്ടിക്കലി യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് അതൊരു റീഡിങ് സ്കിൽസൊക്കെ അവർക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നൊരു കുട്ടി നല്ലൊരു ഫൗണ്ടേഷനോട് കൂടി തന്നെയാണ് ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ള ഏതൊരു സ്കൂളിനെക്കാട്ടിലും ബെറ്റർ ഫൗണ്ടേഷനോട് കൂടി തന്നെയാണ് ഇവരിവിടുന്ന് പഠിച്ചിറങ്ങുന്നത്. 100% ഇത് പറയാൻ പറ്റുന്ന കാര്യമാണ്. അതുവരെ എവിടെ ചെന്നാലും ഇനി ഏത് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാലും അവരെ പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്യും. അത്രയൊരു ബേസ് ആ കുട്ടികൾക്ക് ഉണ്ടാവും. പിന്നെ ഇത്രയും വർഷം സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ നൈനു സ്കൂളിൽ പോകുന്ന ദിവസമാണ് ടെൻഷൻ ഫ്രീ. സത്യം പറഞ്ഞാൽ ഫുഡും കാര്യങ്ങളുമൊക്കെ കറക്റ്റ് അവൾ കഴിച്ചോളും, അവിടെ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നോളും. പക്ഷേ ഇനിയെന്ന് പറയുമ്പോൾ ടെൻഷനുള്ള ദിവസമായിരിക്കും. ഈ ഒരു 3 years ശരിക്കും നൈനുവിനെ പോലെ തന്നെ എനിക്കും വളരെ കളർഫുള്ളായിരുന്നു എന്ന് തന്നെ പറയാം. ഞാനും മിസ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലാഫ് ആൻഡ് ലേൺ എന്ന് പറയുമ്പോൾ നൈനുവിനെ പോലെ തന്നെ ഞാനും മിസ് ചെയ്യും. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, നിങ്ങളുടെ പുതിയ പാരൻസിനോടാണ് ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ ഈ ലൊക്കാലിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ബെസ്റ്റ് ഓപ്ഷനിൽ തന്നെയാണ് നിങ്ങൾ ചേർത്തിരിക്കുന്നത്. ആ കാര്യത്തിൽ ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. ഇവിടെ നിന്ന് നിങ്ങളുടെ കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോൾ അത്രയും മിടുക്കന്മാരും മിടുക്കികളായിരിക്കും.